ഒരു യുവതി ഗുരുവിന്റെ അടുത്തെത്തി ചോദിച്ചു, 2 പുരുഷന്മാർ എന്നെ ഇഷ്ടപ്പെടും, ഞാൻ ആരെ വിവാഹം ചെയ്യണം? ഗുരു ഉടനെ തന്നെ പറഞ്ഞു, 2 പേരിൽ ആരെയും നീ വിവാഹം കഴിക്കേണ്ട. ഇത് കേട്ട് ആ യുവതി ചോദിച്ചു, എന്താ ഗുരു അങ്ങനെ പറഞ്ഞത്? ആ സംശയത്തിന് ഗുരുവിന്റെ മറുപടി അതിവേഗത്തിലായിരുന്നു. നീ ആ 2 പേരെയും സ്നേഹിക്കുന്നില്ല. അത്ഭുതത്തോടെ യുവതി വീണ്ടും ചോദിച്ചു. ഗുരുവിന് അത് എങ്ങനെ മനസ്സിലായി? ഗുരു പറഞ്ഞു, നീ ആരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ നിന്റെ മനസ്സ് തന്നെ അതിനുള്ള ഉത്തരം നൽകിയേനെ. മനസ്സിന്റെ വഴികളിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സമാധാനം കണ്ടെത്താനാകൂ, ഉത്തരങ്ങൾ കണ്ടെത്താനാകൂ. അതാണ് ആ ഗുരു തന്ന മറുപടിയിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് എടുക്കേണ്ടത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതുകൊണ്ട് ജീവിതത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിന്റെ വഴി, നമ്മുടെ മനസ്സ് പറയും ശരിയായ ഉത്തരം ഏതെന്ന്. അപ്പോൾ മനസ്സ് പറയുന്നത് കേൾക്കുക എന്നതാണ് പ്രധാനം. മനസ്സാണ് തീർപ്പ്, മനസ്സാണ് മറുപടി. തീരുമാനമെടുക്കാൻ വിഷമം നേരിടുന്ന ഘട്ടങ്ങളിൽ ഉപദേശകരോട് അഭിപ്രായം തേടുന്നതൊക്കെ നല്ലതാണ്. എന്നാൽ മറ്റൊരാളുടെ അഭിപ്രായത്തിൽ അന്തിമ തീരുമാനം എടുക്കരുത്. പകരം ഉപദേശം തേടിയവരുടെ അഭിപ്രായങ്ങളും പരിഗണിച്ച് എല്ലാ സാധ്യതകളും പരിശോധിക്കുക. അതിനുശേഷം കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കുക. എന്ത് ചെയ്യണമെന്ന് നമ്മുടെ മനസ്സിനോട് ചോദിക്കുക. മനസ്സ് പറയും അപ്പോൾ ഒരു ഉത്തരം. ആ ഉത്തരത്തിൽ ഉറച്ചങ്ങ് നിൽക്കുക. അപ്പോ തീർച്ചയായിട്ടും മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയും. ആ തീരുമാനം ശരിയുമായിരിക്കും കേട്ടോ. ഞാൻ എപ്പോഴും എന്റെ മനസ്സാക്ഷിയോടെ, എന്റെ മനസ്സിനോട് ചോദിച്ചാണ് ഓരോ തീരുമാനവും എടുക്കാറുള്ളത്. അപ്പോൾ ഇത് പരീക്ഷിച്ച് വിജയിച്ച കാര്യമായതുകൊണ്ട് ഉറപ്പായിട്ടും എനിക്ക് പ്രേക്ഷകരോട് ഈ കഥയിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം. നമ്മുടെ മനസ്സിനോട് എന്ത് കാര്യത്തിലായാലും, ചെറിയ കാര്യമായിക്കോട്ടെ, അടുത്തതായി എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം